നല്ല നിലയിലല്ല മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമായിരിക്കെ സുതാര്യവും ശക്തവുമായൊരു അന്വേഷണം ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ നടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 28-ാം തീയതി ഏപ്രിൽ 28-ന് കേരളത്തിൽ ഏതാണ്ട് 55ഓളം സംഘടനകൾ നേരിട്ട് പങ്കെടുത്ത ഒരു ഹർത്താൽ നടക്കുകയുണ്ടായി. തികച്ചും സമാധാനപരമായി നടന്ന ഒരു ഹർത്താലാണത് ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും. എന്നാൽ ചില സ്ഥലങ്ങളിൽ പോലീസും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഇനാക്ഷനും ചില പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ ആയിരക്കണക്കിന് പ്രവർത്തകർക്കെതിരെയാണ് കേരളത്തിൽ പോലീസ് വ്യാജ്യമായി കേസെടുത്തിട്ടുള്ളത്. തിരുവല്ലയിൽ നിന്നും ഒരു പ്രവർത്തകനെ റിമാൻഡ് ചെയ്ത്, അജിമോൻ ചാലക്കേരി എന്ന് പറയുന്ന പ്രവർത്തകനെ റിമാൻഡ് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ മാവേലിക്കര സബ് ജയിലിലാണുള്ളത്. വളരെ സമാധാനപരമായും വളരെ നേരത്തെ, വളരെ മുൻകൂട്ടി തന്നെ ഹർത്താൽ നടക്കുന്ന ഡേറ്റ് പ്രഖ്യാപിച്ച് വളരെ വലിയ പ്രചാരണം നടത്തിയെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 7ഓളം പത്രസമ്മേളനങ്ങൾ കേരളത്തിൽ നടക്കുകയുണ്ടായി. മിക്കവാറും എല്ലാ പത്രസമ്മേളനങ്ങളും മീഡിയ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഹർത്താലിൻ്റെ തലേദിവസവും മീഡിയയിൽ വാർത്തയുണ്ടായി. കേരളമെമ്പാടും ഈ ഹർത്താലിനെ കുറിച്ചിട്ടുള്ള പോസ്റ്ററിങ് അടക്കമുള്ള വലിയ പ്രചാരണവും നടന്നിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഹർത്താലിനോട് ഗവൺമെൻറ് പുലർത്തേണ്ട ഒരു ജാഗ്രത, ഒരു സമരമെന്ന നിലക്ക് അതിനോട് പുലർത്തേണ്ട ജാഗ്രതയിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായത് എന്ന് പറയാതെ വയ്യ. ആ വീഴ്ചയിൽ നിന്ന് ഉത്ഭവിച്ച ചില പ്രശ്നങ്ങളും ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ എടുത്ത കള്ളക്കേസുകളും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല, അത് പിൻവലിക്കപ്പെടേണ്ടതാണ്. ആക്ഷൻ കൗൺസിൽ രൂപപ്പെടുത്തിയത് കേരളത്തിൽ ഈ സംഭവിച്ച നിതിൻ രാജിൻ്റെ ദുരൂഹമായ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ഒട്ടും തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഹർത്താൽ നടത്തുന്നത്. അതുകൊണ്ട് അത്തരമൊരു തീരുമാനം ഗവൺമെൻറ് എടുക്കുകയായിരുന്നുവെങ്കിൽ ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചെങ്കിൽ അത്തരമൊരു ഹർത്താലിലേക്ക് ഞങ്ങൾ പോകുമായിരുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് ഞങ്ങൾ പറയുന്ന ഒരു കാര്യവും അംഗീകരിക്കാതിരിക്കുകയും പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുകയും യഥാർത്ഥ പ്രതികൾ മറഞ്ഞിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഒരു ഹർത്താലിലേക്ക് നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും ഈ ഹർത്താലുമായി സഹകരിച്ച് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ദളിതാദിവാസി സംഘടന നടത്തിയ ഹർത്താലിനോട് സ്വമേധയാ സഹകരിക്കുകയായിരുന്നു എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ സംസാരിക്കുവാൻ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ ചെയർമാൻ കെ സുരേഷാണ്. ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാനാണ്. CSDSൻ്റെ അധ്യക്ഷൻ കൂടിയാണ്. AK സജീവ്, CHMS എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന നേതാവാണ്. ആക്ഷൻ കൗൺസിലിൻ്റെ രക്ഷാധികാരിയാണ്. K അംബുജാക്ഷൻ, കേരള ദളിത് പാന്തേഴ്സിൻ്റെ അംബേദ്കർ ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററുമാണ്. അദ്ദേഹം ഈ ആക്ഷൻ കൗൺസിലിൻ്റെ രക്ഷാധികാരി. ജോയി, അദ്ദേഹം ദളിത് സമുദായം എന്നുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ആക്ഷൻ കൗൺസിലിൻ്റെ നേതാവാണ്. കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ബഹുമാന്യനായ അധ്യക്ഷൻ. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഹർത്താൽ അതിൻ്റെ വിജയത്തിന് വേണ്ടി മാധ്യമങ്ങൾ നൽകിയ സംഭാവനകളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. 28-ൻ്റെ ഹർത്താൽ 18-ാം തീയതി DGPയെയും 17-ാം തീയതി മുഖ്യമന്ത്രിയെയും ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരെ 18-ാം തീയതിയും കൃത്യമായും അറിയിച്ചിരുന്നു. 27-ാം തീയതി ഉച്ച കഴിഞ്ഞാണ് DGP ഓഫീസിൽ നിന്നും നേരിട്ട് വിളിച്ച് ഹർത്താൽ ഉണ്ടോ
വല്ല മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് 27-ാം തീയതി ഹർത്താലിൻ്റെ തലേദിവസം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ ഇൻ്റലിജൻസിന് വീഴ്ചയുണ്ടായി എന്നിപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഈ ഹർത്താലിൻ്റെ ആവശ്യകതയൊക്കെ നിങ്ങൾക്കറിയാം. നിതിൻ രാജ് മരണപ്പെട്ടിടുന്ന 20 ദിവസമാകുക. കുടുംബം കോളേജിലെ HOD-യും പ്രിൻസിപ്പളും മറ്റ് 2 അധ്യാപകരെയും പ്രതികളാക്കി കേസെടുക്കണമെന്നും അവർ നടത്തിയ ജാതി പരാമർശത്തിൻ്റെയും ജാതി വെറിയുടെയും ഫലമായിട്ടാണ് തൻ്റെ മകൻ മരണപ്പെടുകയോ സംശയാസ്പദമായ നിലയിൽ മരണം സംഭവിക്കുകയോ ചെയ്തിട്ടുള്ളതെന്ന് കുടുംബം രേഖാമൂലം പരാതി കൊടുത്തിട്ട് നടപടികൾ സ്വീകരിച്ചില്ല. 1-2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ പ്രതികളായിരിക്കുന്ന റാമും സംഗീതയും ഒക്കെ കണ്ണൂർ രാഷ്ട്രീയവുമായി അല്പം ബന്ധമുള്ള ആളുകളാണ്. അത് ഒരു പ്രതിയെന്ന് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആളിന് ജാമ്യം കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്കത് ബോധ്യപ്പെട്ട് കാണും. കണ്ണൂർ രാഷ്ട്രീയത്തിലെ പ്രമുഖരായ ഭരണകക്ഷിയുമായി ബന്ധമുള്ള അധ്യാപകരായതുകൊണ്ടാണ് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നത്. ആ കേസിൻ്റെ വഴി തിരിച്ചുവിടാൻ വേണ്ടിയാണ് കണ്ണൂർ SP ലോണാപ്പുമായി ബന്ധപ്പെട്ടൊരു കഥ പ്രചരിപ്പിക്കുകയും നോയിഡയിൽ ചെന്ന് വളരെ വേഗത്തിൽ ലോണാപ്പിലെ 3 പേരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരികയും റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. വളരെ ചടുലമായ വേഗത്തിലാണ്. പക്ഷേ നിതിൻ രാജിൻ്റെ കുടുംബം പരാമർശിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. 14,000 രൂപ ലോണെടുത്തതിൻ്റെ പേരിൽ ഒരു VDS വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു സാഹചര്യമില്ല എന്നുള്ളത് നമുക്ക് ഇവർക്കും അറിയാം. ഇനി അങ്ങനെ ഒരു ബാധ്യതയുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ ആ കോളേജിൽ അധ്യാപകരെല്ലാം കൂടെ കൂടി 14,000 രൂപ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. സംഭവിച്ചതല്ല. 6 മാസമായി ആ കോളേജിൽ ഈ കുട്ടിക്കുണ്ടായ വിവിധതരമായ പീഡനങ്ങൾ, നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലൊക്കെ പീഡനം. ഇത് നിതിൻ രാജിൻ്റെ വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് ഞങ്ങൾ കൈമാറാം. അതിനകത്ത് വ്യക്തതയായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരണം അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങൾ മൂലമാണ്. നിതിൻ രാജ് ആത്മഹത്യ ചെയ്തു എന്ന് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നില്ല. അതിൻ്റെ എന്താണെന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കട്ടെ. 5-ാം നിലയിൽ നിന്നും ചാടിയെന്നാണ് പറയുന്നത്. 5-ാം നിലയിൽ നിന്ന് ചാടിയ ഒരു കുട്ടിക്കുണ്ടാകേണ്ട പരിക്കുകൾ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ചെവിയിലൂടെ രക്തം അല്പം കട്ട പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. മറ്റ് പരിക്കുകൾ ഉള്ളിലാണ്. അത് തന്നെ സംശയം ജനിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കോളേജിന് ചുറ്റും CCTV ഉണ്ട്. ആ ദിവസം CCTV കേടായിട്ടുണ്ട്. അന്ന് കോളേജിൽ വന്നിട്ടില്ല എന്ന് അധ്യാപകർ പോലീസിനോട് പറഞ്ഞു നിതിൻ രാജ്. ആ ദിവസം തന്നെ ഇവിടെ ഒന്നായിട്ട് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. നിങ്ങൾ തന്നെ പുറത്തു വിട്ടത്. ഈ ഒരു സംശയാസ്പദമായ നിലയിൽ നിൽക്കുമ്പോഴാണ് കേരളത്തിലെ പട്ടികജാതി സംഘടനകൾ കമ്മീഷൻ ഓഫീസിലേക്കും SP ഓഫീസിലേക്കും കോളേജിലേക്കും നിരന്തരമായി സമരം നടത്തി. അത് ഗവൺമെൻറ്റോ പോലീസോ കാര്യമായി എടുക്കാത്തൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ 52ഓളം പട്ടികജാതി സംഘടനകൾ തുടക്കത്തിൽ, പിന്നീട് 55 അധികമായിട്ടുണ്ട്, അവർ ഒത്തുചേർന്ന് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ആ കുടുംബത്തിൻ്റെ അനുമതിയോടുകൂടിയാണ് രൂപീകരിച്ചത്. കുടുംബത്തിൽ ഞങ്ങളെല്ലാം പോയവരാണ്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരായ അധ്യാപകരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യം. ലോണാപ്പല്ല ഞങ്ങളുടെ ആവശ്യം. ലോണാപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് കണ്ടുപിടിക്കട്ടെ. ആ ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചു. അതിന്മേൽ നിവേദനം കൊടുത്തു. നടപടി ഉണ്ടാകാത്തൊരു സാഹചര്യത്തിലാണ് ഈ സംഘടനയുടെ കോർഡിനേഷൻ തിരുവനന്തപുരത്ത് മഹാത്മാ അയ്യങ്കാളി സ്മാരക ഹാളിൽ വലിയ യോഗം നടത്തി. മാധ്യമങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചെടുത്ത തീരുമാനമാണ് 28-ലെ ഹർത്താൽ. ആ ഹർത്താൽ ഞങ്ങൾ സമാധാനപരമായി നടത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. കേരളത്തിൽ ആദ്യമായി ഹർത്താൽ നടക്കുന്നത് പോലെയാണ് ഇപ്പോൾ ചില മാധ്യമങ്ങളെങ്കിലും റിപ്പോർട്ട് പുറത്തോട്ട് വിടുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ വന്നിട്ടുള്ള ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആചാര സംരക്ഷണ സമിതി നടത്തിയ ഹർത്താലിൻ്റെ മറവിൽ നടന്ന
അക്രമ പ്രവർത്തനങ്ങൾ ഇന്ന് പൊതുസമൂഹം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കും. നിങ്ങളതൊന്ന് കാണണം. കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളായി നടന്നിട്ടുള്ള അക്രമങ്ങൾ, ഹർത്താലുകൾ, സമരങ്ങൾ, എന്നിട്ട് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിന് കേരളത്തിൽ നടന്നത് ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള കുട്ടിക്കലാശമാണ്. രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതെല്ലാം നടന്ന കേരളത്തിലാണ്. ഇപ്പോൾ പറയുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ഹർത്താൽ നടന്ന പ്രതീതി ഉണ്ടാക്കി പട്ടിക വിഭാഗങ്ങൾ എന്തൊക്കെയോ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായൊരു ശ്രമം പലയിടത്തും നടന്നു. ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഇപ്പോൾ മംഗലാപുരത്ത് പരീക്ഷയ്ക്ക് വന്ന കുട്ടികൾക്ക് എഴുതാൻ കഴിഞ്ഞില്ല, സർവകലാശാല പരീക്ഷയാണ് നടന്നതെന്നൊക്കെയാണ് പ്രചരണം ഉണ്ടായത്. നിങ്ങളതേക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. അവിടെ സർവകലാശാല പരീക്ഷ നടന്നിട്ടില്ല. വടക്കേടിയിലെ മറ്റൊരു കോളേജ്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ഒരു പരീക്ഷ അവിടെ നടന്നത്. നിങ്ങളിപ്പോൾ റിസർച്ച് ചെയ്താൽ മതി. പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെ പരീക്ഷ അവിടെ നടന്നത്. അവർ ഈ ഹർത്താലിനെ സംബന്ധിച്ച് അറിഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾ വഴി, ഇംഗ്ലീഷ് മാധ്യമങ്ങൾ വരെ ഇതിനെ സംബന്ധിച്ച് റിപ്പോർട്ട്, NDTV ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ആ പരീക്ഷ മാറ്റി വെക്കാവുന്നതായിരുന്നു. എന്തായാലും കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയാത്തതിലുള്ള ബുദ്ധിമുട്ടിൽ ഞങ്ങൾക്ക് ഖേദം ഉണ്ട്. അപ്പോൾ മാറ്റിവെക്കാവുന്ന ചില പരീക്ഷകൾ മാറ്റിവെക്കാതെ ചില പ്രവർത്തനങ്ങൾ, മാത്രമല്ല വ്യാപാരി വ്യവസായി സമൂഹം ഞങ്ങളോട് ഹർത്താലിന് വലിയധികം സഹകരിച്ചു. പ്രൈവറ്റ് ബസ് അസോസിയേഷൻ സഹകരിച്ചു. പക്ഷേ 27-ാം തീയതി അവരുടെയൊക്കെ മെസ്സേജ് നിങ്ങൾ കണ്ടു കാണും. എല്ലാ ബസ്സും നിരത്തിലിറങ്ങും, എല്ലാ കടകളും തുറക്കും എന്നുള്ള പ്രചരണം കൊടുത്തു. അതിൻ്റെ ഫലമായി ഹർത്താലിന് വീട്ടിലിരിക്കാൻ നിശ്ചയിച്ച ആളുകൾ കൂടി വഴിയിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമുണ്ടായി. കേരളത്തിൽ സാധാരണ ഹർത്താൽ രാവിലെ ഒരു പ്രകടനം നടത്തി പോകുന്നതാണെങ്കിൽ കേരളത്തിൻ്റെ 14 ജില്ലകളിലും രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ ജനങ്ങളുടെ വലിയ പ്രതിഷേധ വിരമ്പിയ സമരമായിരുന്നു. ആ സമരത്തിൽ 1-2 കാര്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഒന്ന് തിരുവല്ലയിൽ നടന്ന ഒരു സംഭവമാണ്. ആലുവയിൽ നിന്നും KSRTC ബസ്സിൽ, ആലുവയിൽ സമരമുണ്ടായിരുന്നു, അവിടെ 10 മിനിറ്റ് തടഞ്ഞിട്ടാണ് ആ ബസ് വിട്ടത്. അത് തിരുവല്ലയിലെത്തുമ്പോൾ ആ ബസ്സിലുള്ള ആളുകൾ ഹർത്താൽ തീവ്രമായി നടക്കുന്ന ഒരു സ്ഥലമായി തിരുവല്ലയെ കണ്ടു എന്നുള്ള വസ്തുതയാണ്. കാരണം ആയിരക്കണക്കിന് ആളുകളാണ് തിരുവല്ലയിൽ നിൽക്കുന്നത്. ആ ബസ്സിലിരുന്നുകൊണ്ട് പലരും പറഞ്ഞു, പല ആവശ്യങ്ങൾക്ക് അങ്ങ് പോകണ്ട, ഞങ്ങൾ വിടണം, നിങ്ങളൊരു 1/2 മണിക്കൂർ അവിടെ കിടക്കണം, അത് കഴിഞ്ഞ് പോകാം. ആ സമയത്താണ് 2 ദമ്പതികൾ പറയുന്നത്, ഞങ്ങൾക്ക് ആശുപത്രി പോകണം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആശുപത്രി പോകണം എന്നാണ് പറഞ്ഞത്. ഞാൻ വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് തരാം. നിങ്ങളൊരു 1/2 മണിക്കൂർ കഴിഞ്ഞ് പോകാം, ഹർത്താലിൻ്റെ കാര്യം അറിഞ്ഞില്ലേ? പിന്നീട് ഇവർ ക്യാൻസർ രോഗികളാണെന്നുള്ള വിവരം യഥാർത്ഥത്തിൽ ഹർത്താൽ അനുകൂലികൾ അറിയുന്നത് വൈകിയാണ്. അതാണ് അതിൻ്റെ ഫാക്ട്. അതാണ് വളരെ വൈകി അറിഞ്ഞത്. അപ്പോൾ ചില തർക്കങ്ങളൊക്കെ അവിടെ ഉണ്ടായി. ഈ സമയത്ത് തന്നെ പോലീസ് വണ്ടിയിൽ ഇവരെ പുഷ്പഗിരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് മുത്തൂറ്റ് ഹോസ്പിറ്റലിലും എത്തിച്ചു. ഇതാണ് അവിടെ ഉണ്ടായ സംഭവം. വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അത് ക്യാൻസർ രോഗികളുടെ ജീവൻ നഷ്ടപ്പെടും, ആ നിലയിലാണ് പെരുമാറിയത് എന്ന് വരുത്തി വലിയ കോലാഹലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു സമരസമിതിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അജിമോൻ ചാലക്കരി, അദ്ദേഹം ഹർത്താലുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്താണ് ക്യാൻസർ രോഗിയാണെന്നുള്ള വിവരം അറിയുന്നത്. അതിനുശേഷം അദ്ദേഹം സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് ആരുടെയും ഇല്ല. എന്തായാലും അവർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഇതൊക്കെ സംഭവിച്ചത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഗുരുതരമായ വീഴ്ചയാണ്. മാത്രമല്ല ചില മാധ്യമങ്ങളെങ്കിലും ഇതിനെ വലിയ ഗൗരവം കൊടുക്കാതെ ചില മൂലയ്ക്കൊക്കെ ഒന്ന് എഴുതുകയും, ഇങ്ങനൊരു ഹർത്താലുണ്ട്, കാരണം പട്ടികജാതിക്കാർ നടന്ന ഹർത്താലാണ്, അതിന് വലിയ ഗൗരവമൊന്നും കൊടുക്കാതെ മൂലയ്ക്കൊക്കെ എഴുതി ജനങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റിയെടുക്കാനുള്ള ശ്രമം കൂടെ നടത്തി. പക്ഷേ ചില മാധ്യമങ്ങളൊക്കെ നല്ലവണ്ണം സഹായിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു വലിയ ഗൗരവത്തിലാണ് ഞങ്ങൾ ഇതിനെ എടുത്തിട്ടുള്ളത്. ഒരു നിതിൻ രാജ് മാത്രമല്ല സർവകലാശാലയിൽ ഇതുപോലെ ആത്മഹത്യ ചെയ്യേണ്ട അല്ലെങ്കിൽ സംശയാസ്പദമായ നിലയിൽ മരണപ്പെടേണ്ട സാഹചര്യമുണ്ട്. അത് ഒരു നിതിൻ രാജ് മാത്രമല്ല. നിങ്ങൾക്കറിയാം, എണ്ണിയാലൊടുങ്ങാത്ത കുട്ടികളുണ്ട്. മലയാള മനോരമയുടെ ഫീച്ചർ തന്നെ എഴുതി 105 വിദ്യാർത്ഥികൾ രാജ്യത്ത് ജീവനൊടുക്കിയിട്ടുണ്ട്. അതെല്ലാം ദളിത് വിദ്യാർത്ഥികളാണ്. നമ്മുടെ കേരളത്തിൽ രജനീയ സാനന്ദ് ഉൾപ്പെടെയുള്ള എത്രയോ കുട്ടികൾ
മരണത്തിന് വിധേയമാകേണ്ടി വന്നു. എന്തിന് നമ്മുടെ തൊട്ടടുത്ത് MG സർവകലാശാലയിൽ ഒരു കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. ഡോക്ടർ ദീപ പി മോഹൻ ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു. എന്തിനാണ് ആ കുട്ടി ആത്മഹത്യ? ഒരു അധ്യാപകനിൽ നിന്നുണ്ടായ ജാതി വെറിയുടെ ഫലമായിട്ടാണ്. അങ്ങനെ നിരന്തരമായിട്ടുണ്ടാകുന്ന ഈ ജാതി വെറിക്ക് ഒരു അന്ത്യം കുറിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഹർത്താലുമായിട്ട് മുന്നോട്ട് പോയത്. തിരുവല്ലയിൽ സംഭവിച്ചത് ഇതൊക്കെ തന്നെയായിരുന്നു. പോലീസ് എല്ലാം കൂടി ഒരു 5 മിനിറ്റത്തെ കാര്യം അവിടെ ഉണ്ടായിരുന്നു. അന്നേരം തന്നെ പോലീസ് അവരെ കൊണ്ടുപോയി. പോലീസ് ഇക്കാര്യത്തിൽ ഗുരുതരമായി വീഴ്ച വരുത്തി ഈ ഹർത്താൽ തകർക്കുവാൻ വേണ്ടി രാവിലെ മുതൽ ശ്രമം നടത്തുക. പാലായിൽ ഹർത്താലുമായി അവിടെ മുദ്രാവാക്യം വിളിച്ചു പോയ ആളുകളെ പാലാ പോലീസ് അറസ്റ്റ് ചെയ്ത്, സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുക, 20 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുക. ശബ്ദമുണ്ടാക്കാൻ പോലും, പ്രതിഷേധിക്കാൻ പോലും ഒരു അവസരമില്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഹർത്താലിൽ മൗനം പാലിച്ച് കൊടിയുടെ കീഴിൽ പമ്മിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ഹർത്താലിനോട് കാണിച്ച സമീപനം വളരെ മോശമായിരുന്നു. മംഗലപുരത്ത് നിങ്ങൾ കണ്ടു കാണും, ഒരു ACP തെരുവ് ഗുണ്ടയെ പോലെ പാവപ്പെട്ട ഈ ഹർത്താൽ അനുകൂലികളെ, പ്രായമുള്ള ആളുകളെ വലിച്ചഴച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റുക, വലിച്ചെറിയ അയാൾ, ഗുണ്ടായിസം കാണിക്കുക. എന്താ, വഴി തടയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങളിലൊക്കെ മണിക്കൂറുകൾ വഴി നടന്നിട്ടും ഇത്തരമൊരു പ്രകോപനം പോലീസിൻ്റെ ഭാഗത്തുണ്ടായില്ല. അപ്പോൾ പോലീസ് ബോധപൂർവമായി ഈ ഹർത്താലിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി. അതിൻ്റെ ഫലമായിട്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ വീഴ്ചകളുണ്ട്. പോലീസ് ഗുരുതരമായ നിയമലംഘനം നടത്തിയിട്ടുണ്ട്. ഈ ആക്ഷൻ കൗൺസിലിലെ നേതാക്കന്മാർ ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും പോകുന്നവർ, ഞങ്ങളെ ഒരു ദിവസമെങ്കിലും വിളിച്ചിട്ട് ഈ ഹർത്താൽ പ്രഖ്യാപിച്ചത് എന്തിനാണ്, എപ്പോഴാണ്, ആരൊക്കെയാണ് നേതാക്കന്മാരെന്ന് ചോദിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. കാരണം പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതുതന്നെയാണ് അതിൻ്റെ വിഷയം. അതുകൊണ്ട് കേരളം കണ്ട ഒരു വലിയ ഹർത്താൽ നടത്തുവാൻ ഞങ്ങൾ കഴിഞ്ഞത് നീതിക്ക് വേണ്ടിയുള്ളൊരു സമരമായിരുന്നു. ആ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ഇപ്പോൾ നിതിൻ രാജിൻ്റെ ഈ അന്വേഷണം ഇന്നലെ ഹർത്താൽ കഴിഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ നിർബന്ധിതമായി. ഞങ്ങളുടെ ആവശ്യമൊന്നുമല്ല, കുടുംബത്തിൻ്റെ ആവശ്യമല്ല. അപ്പോൾ ഹർത്താലിൻ്റെ പുറവിൽ അതൊക്കെ നടക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ തയ്യാറായി. കാരണം പോലീസ് വീഴ്ച വരുത്തിയെന്ന് ഇപ്പം പിടികിട്ടിക്കൊണ്ടാണ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത്. ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നത് ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ കേസ് അന്വേഷണം നടത്തണം. അതല്ലാതെ ഇതിൻ്റെ വസ്തുത പുറത്തോട്ട് വരത്തില്ല. കാരണം കണ്ണൂർ രാഷ്ട്രീയത്തിലെ പ്രഗത്ഭന്മാരായ ചില ആളുകളാണ് ഈ അധ്യാപകരെ സംരക്ഷിക്കുന്നത് എന്നാണ് ആക്ഷൻ കൗൺസിലിനെ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളുണ്ട്, നേതാക്കന്മാർ വിശദീകരിക്കും. ഇന്ന് നിതിൻ രാജിൻ്റെ അച്ഛൻ രാവിലെ ഒരു മാധ്യമത്തോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഹർത്താൽ നടത്തുന്ന കാര്യം പറഞ്ഞു, ഞാൻ അനുവദിച്ചു, അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടാകരുതെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ 10 കോടി രൂപ കോമ്പൻസേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ശരിയാണത്, അദ്ദേഹം പറഞ്ഞിട്ടില്ല. 10 കോടി രൂപ ഈ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ആക്ഷൻ കൗൺസിൽ തീരുമാനമാണ്. ഇപ്പോൾ രോഹിത് വേമുലയുടെ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കേരളത്തിൽ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. അത് വീട്ടുകാരുമായി ആലോചിച്ചിട്ടല്ല. അപ്പോൾ അത്തരം ഒരു വാർത്ത പുറത്തുവിട്ട് ഇന്ന് രാവിലെ തന്നെ ഈ കുടുംബത്തിൻ്റെ ശ്രദ്ധ മാറ്റുവാനും ക്യാൻസർ രോഗികളെ തടഞ്ഞതുകൊണ്ട് മറ്റു കുഴപ്പങ്ങളുണ്ടാക്കി വ്യാപകമായി ഏതെങ്കിലും ഒരു ബസ്സിനിട്ട് കല്ലെറിഞ്ഞതായിട്ട്, ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ കാറ്റഴിച്ചു വിട്ടതായിട്ട്, ഏതെങ്കിലും ഒരു കടക്കിട്ട് കല്ലെറിഞ്ഞതായിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അത്രയും നിർദ്ദേശങ്ങൾ കൊടുത്താണ് ഈ ഹർത്താൽ നടന്നത്. ബോധപൂർവമായി വീണ്ടും പല സ്ഥലങ്ങളിലും കേസെടുത്തിരിക്കുക. അപ്പോൾ ഇത് പോലീസിൻ്റെ ഭാഗത്തുള്ള വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടി ഇപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ച ആളുകൾക്കെതിരെ ഹൈക്കോടതി, വെക്കേഷൻ കോടതി സ്വയമേധ കേസെടുക്കാൻ തീരുമാനിച്ചു. ഹർത്താൽ പ്രഖ്യാപിച്ചിട്ട് 6 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഹൈക്കോടതി ഇടപെടുക ഞാൻ അഭിനന്ദിക്കുക. കാരണം ഹൈക്കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇടപെട്ടിരുന്നെങ്കിൽ എന്തെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക. കാരണം നിതിൻ രാജിൻ്റെ വിഷയം ഇവിടെ നടക്കുന്നു. പട്ടികജാതിക്കാരുടെ 158 കോടി രൂപ ലാപ്സാക്കിയതിൻ്റെ പേര് ഞങ്ങൾ ഇട്ടുകൊടുത്തിട്ടുണ്ട്. മാസം കഴിഞ്ഞു പലതും. പല കേസിലും ആദിവാസികളുടെ ഭൂപ്രശ്നത്തിൽ
ഭൂരഹിതയുടെ വിഷയത്തിൽ ഞങ്ങൾ റിട്ട് കൊടുത്തിട്ടുണ്ട്. സഡൻ നടപടിയെടുക്കാൻ കോടതിക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടി കോടതി എടുത്തത് എന്ന് നിയമപരമായി ഞങ്ങൾ ചോദ്യം ചെയ്യും. ഹൈക്കോടതി രജിസ്ട്രാർക്കുൾപ്പെടെ പരാതികൾ ഞങ്ങൾ അയച്ചു കഴിഞ്ഞു. ഇത് നിയമരംഗത്ത് വിദഗ്ധരുമായി ആലോചിച്ച് ഹൈക്കോടതിയുടെ ഇടക്കാല ബെഞ്ച് വെക്കേഷൻ ബെഞ്ചിൻ്റെ ഈ ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്ന് ഞങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹർത്താലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തുന്ന ഈ സമരം തുടരുക തന്നെ ചെയ്യും. ഇപ്പോൾ കുടുംബത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില ആളുകൾ ചില ശ്രമങ്ങൾ ഇപ്പോൾ നടന്നു. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ആ വാർത്ത വന്നതും ഇപ്പോൾ അവിടെ CPM-ൻ്റെ സെക്രട്ടറി ഗോവിന്ദമാഷ് എത്തി വീടിന് തറക്കല്ലിടുക. 19-ാം തീയതി വീടിൻ്റെ തറക്കല്ലിടാൻ തീരുമാനിച്ച സമയത്ത് കുടുംബം പറഞ്ഞു, എൻ്റെ മകനെ അറസ്റ്റ് ചെയ്യണം, അതാണ് എൻ്റെ ആവശ്യം, വീടല്ല എനിക്ക് ആവശ്യമെന്ന് പറഞ്ഞു. അതിനുശേഷം ആക്ഷൻ കൗൺസിൽ വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. ഇന്ന് തറക്കല്ലിടാൻ നിർബന്ധിതമായിരിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറി. എന്താ കാരണം? ഇവിടെ കേരളത്തിൽ ഭൂരഹിതരായ ആളുകളില്ല. അതിദാരിദ്ര്യമുക്ത കേരളമായ കേരളത്തിൽ, ഈ നമ്മുടെ സാക്ഷര കേരളത്തിൽ വീടും ഭൂമിയും ഇല്ലാത്ത ആരുമില്ലെന്നാണ് നമ്മളെല്ലാം പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ സമയത്താണ് നിധിൻ രാജ് എന്ന് പറയുന്ന 22 വയസ്സുകാരൻ്റെ അച്ഛനും അമ്മയും വാടക വീട്ടിൽ താമസിക്കുകയും 1 സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത വാർത്തകൾ നിങ്ങൾ കൊടുക്കണം. നിധിൻ രാജിൻ്റെ മൃതശരീരം വടക്കിയിരിക്കുന്നത് ഞങ്ങൾ നേരിട്ട് പോയി കണ്ടതാണ്. എല്ലാ ചടങ്ങിലും ഞങ്ങളുണ്ടായിരുന്നു. പെങ്ങളെ വിവാഹം ചെയ്ത് അയച്ച സ്ഥലത്ത് 5 സെന്റ് ഭൂമിയുണ്ട്. അതിൻ്റെ ഒരു മൂലയ്ക്ക് സ്വന്തം മകൻ്റെ ശരീരം അടക്കേണ്ട സാഹചര്യമുണ്ടായി. മകളെ കെട്ടിച്ച വീട്ടിൽ ഉള്ള സ്ഥലത്ത്. അത്രം വല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുന്നൊരു കുടുംബമാണ്. ആക്ഷൻ കൗൺസിൽ ആ കുടുംബത്തോടൊപ്പമാണ്. കേരളത്തിലെ പ്രമുഖ പട്ടികജാതി സംഘടനകൾ, ദളിത് ക്രൈസ്തവ സംഘടനകളെല്ലാം ഈ സമരത്തിന് പിന്തുണച്ചു. അല്ല, ഒറ്റപ്പെട്ട സംഘടനകളൊക്കെ ഈ ഹർത്താലിനെ എതിർത്തിട്ടുമുണ്ട്. പക്ഷേ കേരളത്തിലെ ചില പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ, ചില സാമൂഹ്യ നിരീക്ഷകർ ജാതിമത ഭേദമന്യേ ഈ ഹർത്താലിന് പിന്തുണ നൽകുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുക. ഹർത്താൽ പൊതുവെ വിജയകരമായും സമാധാനപരമായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വസ്തുത കൂടി മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അതിനകത്ത് അപൂർവ ചില കടകൾ കോട്ടയത്ത് തുറന്നു വെച്ചു. വൈകാരികമായി അങ്ങനെ ഇടപെടലുണ്ടായതിൻ്റെ കാരണം തലേ ദിവസത്തെ അവരുടെ പ്രസ്താവനയാണ്. ഞങ്ങൾ ബലമായി തുറക്കും. ഇവിടുത്തെ CPM-ഓ കോൺഗ്രസോ BJP-യോ ഹർത്താൽ നടത്തിയാൽ ബലമായി ഞങ്ങൾ തുറക്കുമെന്നൊരു അസോസിയേഷനും പറയത്തില്ല. അപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട ദളിതരായ ആളുകൾ ഒരു ഹർത്താൽ ന്യായമായ ആവശ്യം നടത്തുമ്പോൾ വെല്ലുവിളി വന്നതിൻ്റെ ഭാഗമായിട്ട് എന്നാൽ തുറക്കണ്ടെന്ന് ലുലു മാളിനോടും പറഞ്ഞു. ലുലു മാൾ കേരളത്തിൽ ആദ്യമായി അടപ്പിച്ച ദളിത് ഹർത്താലായിരുന്നു ആദ്യം. കേരളത്തിൽ ലുലു മാൾ ആരും ഇതുവരെ അടപ്പിച്ചിട്ടില്ല. പക്ഷെ കോട്ടയത്തെ ലുലു മാളിൻ്റെ ഷട്ടർ താത്തു. അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒന്നും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ ഇന്നലെ മുതലുള്ളൊരു വിവാദമാണിത്. ഈ പറയുന്ന മനുഷ്യാവകാശം ലംഘിക്കുന്നു, പൗരാവകാശം ലംഘിക്കുന്നു, അക്രമം കാണിക്കുന്നു എന്ന പ്രചാരണം ഇന്നലെ മുതലേ ഉണ്ട്. ഞങ്ങൾക്ക് അതിനകത്ത് കൃത്യമായൊരു വിശദീകരണമുണ്ട്. ഞങ്ങളെല്ലാ നിയമ നടപടികളും സ്വീകരിച്ചുകൊണ്ട് അറിയിക്കേണ്ടവർക്ക് കൃത്യമായി ടൈം ബൗണ്ടായിട്ട് അവരെ അറിയിച്ചുകൊണ്ട് 2 ആഴ്ചകൾക്ക് മുമ്പേ കേരളത്തിൽ വാർത്ത വന്നൊരു കാര്യമാണ് ഈ ഹർത്താൽ. അപ്പോൾ ഒരു ഹർത്താൽ നടക്കുമ്പോൾ, ഹർത്താൽ എന്ന് പറയുന്ന സമരവും പറയാം, അത് എല്ലാവരും പൊതുവിടങ്ങളിൽ നിന്ന് പിൻവാങ്ങി ഒരു കോസിന് വേണ്ടി നിൽക്കുന്നൊരു സമരമാണ്. ആ സമരത്തിൻ്റെ ഒരു ജനകീയ മുഖം ഇന്ത്യക്കകത്തുണ്ടാക്കിയത് ഗാന്ധിയാണെന്ന് ഓർക്കണം.
അപ്പോൾ ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ നമ്മൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയോട് പറഞ്ഞു നിങ്ങൾ സഹകരിക്കണം. ഇത് ദളിതരുടെ മാത്രം കാര്യമല്ലല്ലോ. ഇവിടെ കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അത് കച്ചവടക്കാരൻ്റെ കൂടി ഒരു താല്പര്യമായി മാറണം. ബസ് ഓണേഴ്സിനോട് പറഞ്ഞു, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനോട് പറഞ്ഞു. അവരെല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ തികച്ചും ശാന്തമായ സമരം തന്നെ നടക്കും. അപ്പോൾ അതിനോടൊരു വെല്ലുവിളി ഉയർത്തുന്ന വിധം നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ തുറക്കും, ഞങ്ങൾ വണ്ടി ഓടിക്കും. ഇവരാരെ ഈ വെല്ലുവിളിക്കുന്നത്? കേരളത്തിലെ 60 ലക്ഷത്തോളം വരുന്ന ഒരു സമുദായമാണ് ദളിത് സമുദായം. അവരൊരു പ്രക്ഷോഭം പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ ബലമായി കട തുറക്കുമെന്ന് പറയുന്ന ഇവരാരെ ഈ വെല്ലുവിളിക്കുന്നു? അതിൻ്റെ നൈതികത എന്താണ്? അത് നമ്മൾ നോക്കണ്ടേ? യഥാർത്ഥത്തിൽ കേരളം തലതാഴ്ത്തേണ്ട ഒരു സംഭവം ഉണ്ടാവുമ്പോൾ, അതിനെതിരെ ഒരു സമരം ഉണ്ടാവുമ്പോൾ അതിനോട് ഐക്യദാർഢ്യം ഒരു ദിവസമല്ലേ ഉള്ളൂ. ഐക്യദാർഢ്യപ്പെടേണ്ട ഇവർ ഞങ്ങൾ ബലമായിട്ട് വണ്ടി ഓടിക്കും എന്ന് പറയുന്നതിൽ ഒരു ക്രൈമുണ്ട് എന്ന് നമ്മൾ കാണണം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഹർത്താൽ നടക്കുന്നു, ഹർത്താൽ ദിവസം വണ്ടി ഓടിക്കോട്ടെ, കട തുറന്നോട്ടെ. എന്തിനാണ് ഹർത്താൽ നടക്കുന്നത്? ഹർത്താൽ ഒരു സമരരൂപമാണ്. ആ സമരരൂപത്തിൽ ചില അവകാശങ്ങൾ, ചില നിയമങ്ങൾ എല്ലാ സമരത്തിലും ലംഘിക്കപ്പെടും. ഈ സമരം തന്നെ നിയമലംഘനമാണെന്ന് ഒരു പ്രാഥമിക പാഠം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ യാത്ര ചെയ്യാൻ ആൾക്കാർക്ക് അവകാശമില്ലേ? നിങ്ങൾക്ക് ആ അവകാശം തടയാൻ എന്താണ് റൈറ്റ് എന്ന ചോദ്യം ഇന്നലെ ഞങ്ങൾ നേരിടുകയുണ്ടായി. തീർച്ചയായും ആൾക്കാർക്ക് അവകാശമുണ്ട്. ഈ അവകാശങ്ങളൊക്കെ അബ്സല്യൂട്ടായ അവകാശമൊന്നുമല്ല. ഒരവകാശവും അബ്സല്യൂട്ട് റൈറ്റ് അല്ല. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഡിബേറ്റ് വായിച്ചാൽ ഫണ്ടമെൻ്റൽ റൈറ്റ് അബ്സല്യൂട്ട് ആണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ചർച്ച ചെയ്തത്. അബ്സല്യൂട്ട് അല്ലാതെ അവർ കണ്ടെത്തുന്നത് കണ്ടീഷണലാണത്. ഇന്നലത്തെ കേരളത്തിൻ്റെ ദിവസം ഇറ്റ് ഈസ് നോട്ട് എ നോർമൽ ഡേ. അതൊരു നോർമൽ ദിവസമല്ല. ഒരു സമരം ഹർത്താൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു ദിവസമാണ്. അന്ന് ആ ഹർത്താലിനോട് പരമാവധി ഐക്യപ്പെട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇനി ചെയ്യാതെ വന്നവർ ചില ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ പോലീസും ഗവൺമെൻറ്റും ഏറ്റെടുക്കേണ്ടത്. അതല്ലാതെ സമരസമിതിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അബ്നോർമൽ ഡേയിൽ ഇപ്പം നമ്മളൊരു സ്ഥാപന മേധാവിയെ തടഞ്ഞു വെക്കുക തൊഴിലാളികൾ, അവിടെ ഒരു റൈറ്റ് ലംഘനമുണ്ട്. ആ സ്ഥാപന മേധാവിയുടെ അവകാശത്തെ തൊഴിലാളികൾ തകർക്കുക ചെയ്യുന്നത്. എല്ലാ സമരത്തിലും ഇത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകമായി എന്തോ ഒരു അവകാശ ലംഘനം നടത്തി എന്ന നിലക്കുള്ള വ്യാഖ്യാനങ്ങൾ ശരിയല്ല. സമരം ചെയ്യുന്നവരെല്ലാവരും ചില അവകാശങ്ങൾ ലംഘിക്കാൻ, ചില നിയമങ്ങൾ ലംഘിക്കാൻ. AK സജീവ് പ്രതിയാണ്, ഈ കേസിൽ പ്രതിയാണ്. നിയമം ലംഘിച്ചുകൊണ്ടാണ് പ്രതിയായി പോകുന്നത്. അതാണ് സമരം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ മാത്രം ദളിതർ ഹർത്താൽ കോൾ ചെയ്തപ്പോൾ അവരെന്തോ ആക്രമണകാരികളായി ഇടപെട്ടു എന്ന നിലക്കുള്ള പ്രചാരണം, അത്തരം സ്റ്റോറികൾ നിർമ്മിച്ച് ബോധപൂർവമായി പ്രചരിപ്പിക്കുക, ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു. ഞങ്ങൾക്കതിനെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ട്. പരമാവധി ഇത്രയും സമാധാനപരമായി പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു ഹർത്താൽ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമെങ്കിൽ ഞങ്ങൾ പറയാം ഞങ്ങളുടെ ഹർത്താൽ ആക്രമണ സംഭവമാണ്. ഒരു കേസ് പോലും ഇല്ല സുഹൃത്ത്. ഈ ഫാബ്രിക്കേറ്റ് ചെയ്ത 2-3 കഥകളല്ലാതെ ഫാബ്രിക്കേറ്റ് ചെയ്തതെന്ന് പറയുന്നത് ഈ കക്ഷി ക്യാൻസർ രോഗിയാണെന്ന് അറിഞ്ഞതിന് ശേഷം അവരെ തടഞ്ഞിട്ടില്ല, അവരെ പോകാൻ അനുവദിക്കാതിരുന്നിട്ടില്ല, അവരുമായി എന്തെങ്കിലും സംഘർഷത്തിൽ ഏർപ്പെട്ടു. അറിയുന്നതിന് മുമ്പുള്ള സംഭാഷണത്തെക്കുറിച്ച് അല്ല ഞാൻ, അറിഞ്ഞതിന് ശേഷം 24 കുട്ടികൾ മാത്രമാണ് പരീക്ഷ എഴുതാതെ പോയത്. 100 കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ലെന്നുള്ള വ്യാജ്യ പ്രചാരണം അന്നേരം കേരളത്തിൽ നടന്നു. ബാക്കി 300 കുട്ടികളെ പറ്റിയാണ് പരീക്ഷ എഴുതി. ബാക്കി 267 കുട്ടികൾ എങ്ങനെ പരീക്ഷ എഴുതി? അതന്നെ നമ്മൾ ആലോചിക്കാത്തത്. അപ്പോൾ ഈ പ്രൈവറ്റ് കോളേജിൽ 300 കുട്ടികൾ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി. 23 കുട്ടികൾക്ക് എഴുതാൻ കഴിയാതെ പോയത് അതിൻ്റെ മാതാപിതാക്കൾ ഈ ഹർത്താലിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇവരാരെങ്കിലും പറഞ്ഞോ? പോലീസിനോട് വന്ന് പറഞ്ഞോ? ഇന്നലെ ഒരു അമ്മ, ഒരു കുട്ടിയുടെ പരീക്ഷ എഴുതാൻ കഴിയാത്തൊരു കുട്ടിയുടെ അമ്മ ഇന്നലെ പ്രസൻ്റ് ആയിരുന്നു ഒരു ഡിബേറ്റിൽ. അവരോട് ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പോലീസിനോട് ആവശ്യപ്പെട്ടോ? ഞങ്ങൾ കുറച്ച് പേർ പരീക്ഷ എഴുതാൻ വന്ന കാറുകളോട് കിടക്കുന്നുണ്ട്, ഞങ്ങളെ ഒന്ന് കയറ്റി വിടണമെന്ന് ആവശ്യപ്പെട്ടോ? ഇല്ല. സമരക്കാരോട് ആവശ്യപ്പെട്ടോ? ഇല്ല. പിന്നെ ഇവരെയൊക്കെ അന്വേഷിച്ച് നടക്കേണ്ടത് സമരക്കാരുടെ ജോലിയാണോ? അത് പോലീസിൻ്റെ ജോലിയാണ്. ഞങ്ങളതല്ലാതെ ബഹുജനങ്ങളുടെ ഒരവകാശത്തെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നില്ല. ഇതൊരു സമരമാണെന്നുള്ള ഒരു ബോധ്യം
സമരക്കാർക്ക് മാത്രമല്ല കേരളത്തിൽ ജീവിക്കുന്നവർക്കും ഉണ്ടാകണം. അതെല്ലാ കാലത്തും ബാക്കിയുള്ളവർ സമരം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ മാത്രം ഇതില്ലാതെ വരുന്നത് എന്താണ്? അതാണ് ഞങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നലത്തെ ഒരു പ്രോഗ്രാമിൽ പല ദൃശ്യമാധ്യമങ്ങൾ എഡിറ്റേഴ്സ് കൂടിയിരുന്ന പ്രോഗ്രാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലെല്ലാവരും വാദിച്ചത് ഈ ഹർത്താലിനോട് വളരെ മോശമായിട്ടാണ് പോലീസും ഗവൺമെൻറ്റും ചില മാധ്യമ വാർത്തകളും പുലർത്തിയതെന്ന് നിങ്ങളുടെ എഡിറ്റർമാർ തന്നെയാണ് ഇന്നലെ കേരളത്തോട് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം. അതേ ഞങ്ങളും പറയുന്നുള്ളൂ. ഞങ്ങൾ ഇവിടെ വലിയൊരു കുറ്റവാളി സമൂഹമാണെന്നുള്ള തരത്തിൽ ഞങ്ങളെ ഇമാജിൻ ചെയ്യാൻ കേരളത്തെ നിർബന്ധിക്കരുതെന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. അത്രയേ ഉള്ളൂ. ഇന്നലെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത് പരീക്ഷ എഴുതാൻ കഴിയാത്തതിൻ്റെ പേരിൽ എന്ന് വ്യാജപ്രചരണം കൊടുത്തു. അതേതാണെന്നറിയാം, കഴിഞ്ഞ വർഷം നിങ്ങളുടെ ജേർണലിസം പരീക്ഷ എഴുതാൻ കഴിയുക, കഴിഞ്ഞ വർഷം എഴുതാൻ കഴിയാത്തതിൽ മനംനൊന്താണ് കുട്ടി ആത്മഹത്യ ചെയ്തത്. ഈ വർഷത്തെ ആകാതിരുന്നത് ഞങ്ങളുടെ ഭാഗ്യമേ ഞങ്ങൾ പറയുന്നത്. അല്ലെ പിന്നെ അതുകൂടി ഈ ഹർത്താലിൻ്റെ തലയിൽ വന്ന് ചാടുമായി. അംബുജേഷൻ MC മെഡിക്കൽ കോളേജിൽ പരീക്ഷ നടന്നത് നാഗരാജ എന്ന ഒരു കോളേജിന് വേണ്ടി, സ്വകാര്യ കോളേജിന് വേണ്ടിയാണ് എക്സാം ഉണ്ടായിരുന്നത്. അതാണ് സർവകലാശാല പരീക്ഷയാണെന്നും അതിന് വന്ന കുട്ടികളെ തടഞ്ഞെന്നും പറഞ്ഞു. നാഗരാജ എന്ന് പറയുന്ന കോളേജ് നിങ്ങൾ കണ്ടുപിടിച്ചോളുക. ഞങ്ങൾ ഇന്നലെ അതിൻ്റെ ഡീറ്റെയിൽ മുഴുവൻ എടുത്തിട്ടുണ്ട്. ആ കോളേജിന് വേണ്ടിയാണ് ഇവിടെ പരീക്ഷ നടത്തുന്നത്. അപ്പോൾ സ്വകാര്യ മാനേജ്മെൻറ്റ് നടത്തിയ ഒരു പരീക്ഷയാണ്. സർവകലാശാല പരീക്ഷയെ ചിത്രീകരിച്ചുകൊണ്ട് ഹർത്താൽ അനുകൂലികൾ അവർ തടഞ്ഞു, അവരുടെ പ്രവർത്തനം തടഞ്ഞുവെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിയത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൽ ഇതിനോടകം രണ്ട് മുന്നണികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വലതുപക്ഷ ജനാധിപത്യ മുന്നണിയും, ഈ രണ്ട് മുന്നണികളെയും നയിക്കുന്ന CPM-ഉം കോൺഗ്രസും പിന്നെ NDA അഥവാ BJPയും നടത്തിയിട്ടുള്ള മുൻകാല സമരങ്ങൾ, ഹർത്താലുകൾ നമ്മുടെ മുന്നിലുണ്ട്. അത്തരം രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ ഹർത്താലുകളുടെ, വളരെ അക്രമാസക്തമായ ഹർത്താലുകളുടെ അനുഭവങ്ങൾ മുമ്പിലുള്ളപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കിയ അത്തരം ഹർത്താലുകളിൽ നിന്ന് ഭിന്നമായി ഒരു ഹർത്താൽ ന്യായമായ ഒരു വിഷയത്തിൽ, ഒരു മനുഷ്യാവകാശ ലംഘനത്തിൽ, ഒരു ദലിത് വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ട വിഷയത്തിൽ നിതിൻ രാജിന് നീതി ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ദലിത് ആദിവാസി സംഘടനകൾ, സമുദായങ്ങൾ സംയുക്തമായി നടത്തിയ ഈ ഒരു പ്രക്ഷോഭം കേരളത്തിൻ്റെ ജനകീയ സമരങ്ങൾക്കും കേരളത്തിലെ ഹർത്താൽ എന്ന സമര രീതിക്കും വളരെ നൂതനവും വ്യത്യസ്തവുമായ ഒരു ഭാവുകത്വം നൽകുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ പീസ്ഫുള്ളായി കേരളത്തിൽ ഇതുവരെ നടന്ന ഹർത്താലുകളിൽ വെച്ച് ബസ്സുകൾ തകർക്കാതെ, പൊതുമുതലുകൾ നശിപ്പിക്കാതെ, വ്യക്തികളെ ആക്രമിക്കാതെ ഏറ്റവും പീസ്ഫുള്ളായി നടന്ന ഒരേ ഒരു ഹർത്താൽ. അപ്പം അങ്ങനെ ഡെമോക്രാറ്റിക്കായി, നോൺ വയലൻ്റായി, പീസ്ഫുള്ളായി ഹർത്താൽ പോലുള്ളൊരു സമരത്തെ നടത്താമെന്ന് മാതൃക കാണിച്ച ഒരു സമരത്തെയാണ് ഇവിടെ വളരെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത്. നോക്കൂ, ദലിത് സമൂഹം പോലീസിൽ നിന്ന് പ്രതീക്ഷിച്ച നീതി കിട്ടാതെ വന്നപ്പോൾ, ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിച്ച നീതി, കുറ്റവാളികളെ കണ്ടെത്തുക, ഒരു ദലിത് വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ കൊല ചെയ്യപ്പെട്ട ഈ വിഷയത്തിൽ അട്രോസിറ്റീസ്, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പോലുള്ള ശക്തമായ നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ നിതിൻ രാജിന്റെ ഈ കൊലയിൽ FIR ഇട്ടപ്പോൾ ഇതുവരെ ഒരു SC വിഭാഗത്തിൽപ്പെട്ടവൻ അനീതിക്ക് വിധേയനായാൽ, അപമാനിക്കപ്പെട്ടാൽ, കൊല ചെയ്യപ്പെട്ടാൽ പരസ്യമായി കോളേജിൽ ഏതാണ്ട് 5 മാസക്കാലമായി ഇൻസൾട്ട് ചെയ്യപ്പെട്ടതിന്റെ കാരണം ഒന്ന് ജാതിയാണ്, വംശമാണ്, നിറമാണ് എന്ന് വ്യക്തമാണെന്നിരിക്കെ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് ഒരു വകുപ്പ് പോലും ചാർജ് ചെയ്യാതെയാണ് പ്രതികളെ, കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ പോലീസ് ശ്രമിച്ചത്, ഭരണകൂടം ശ്രമിച്ചത്. അത്തരം വലിയൊരു കടുത്ത അനീതി ഒരു സമൂഹം അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലുള്ള വൈകാരികമായ ഒരു ജനതയുടെ പ്രതിഷേധം, നീതിക്ക് വേണ്ടിയുള്ള അവരുടെ ആവശ്യമാണ് സമരമായി മാറിയത്.
പക്ഷെ ആ സമരത്തിൽ നിങ്ങൾ നോക്കൂ, അതിനകത്ത് കാണിച്ച വ്യത്യാസം. ആചാര സംരക്ഷണത്തിന്റെ പേരിൽ ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് 2019 ഒരു സമരം കേരളത്തിൽ അരങ്ങേറി. ഹർത്താൽ നടത്തിയത് കേരളത്തിലെ യാഥാസ്ഥിതിക വരേണ്യ സമുദായമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ആ സമരത്തിന്റെ ഭാഗമായി നാമജപ ഘോഷയാത്രക്കിടയിൽ ജാതി പേര് പറഞ്ഞ് ആക്ഷേപിക്കാൻ, അത് ഞാൻ ആവർത്തിക്കുന്നില്ല എന്താ പറഞ്ഞതെന്ന്. കേരള മുഖ്യമന്ത്രിയുടെ ജാതി, പിന്നോക്ക ജാതി വെച്ച് എത്ര മോശപ്പെട്ട ആക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടാണ്, തെറിയഭിഷേകം നടത്തിക്കൊണ്ടാണ് ആ സമരം അരങ്ങേറിയത്. നിങ്ങളുടെ മുന്നിലില്ലേ റിപ്പോർട്ട്? 1.4 കോടി രൂപയുടെ നഷ്ടമാണ് ആ ഹർത്താലിൽ കേരളത്തിലുണ്ടായത്. 79 KSRTC ബസ്സുകളാണ് തകർത്തത്. 7 പോലീസ് ജീപ്പുകളാണ് പൂർണ്ണമായി എറിഞ്ഞ് തകർത്ത് തരിപ്പണമാക്കിയത്. 15ഓളം വ്യക്തികളെയാണ്, വഴിപോക്കരെ, ആ സമരത്തിന്റെ ഭാഗമായി തലയെറിഞ്ഞ് പൊട്ടിച്ചത്. ഇത്ര നീചമായ, അക്രമാസക്തമായ ഒരു സമരം നടത്തിയ കേരളത്തിൽ അന്ന് കേരള ഹൈക്കോടതി ഉണ്ടല്ലോ. എന്താണ് സുവോ മോട്ടോ കേസ് എടുക്കാതിരുന്നത്? ഇവിടെ അങ്ങനൊന്നുമില്ല. വളരെ പീസ്ഫുള്ളായി നടത്തിയൊരു സമരത്തിൽ പെട്ടെന്ന് കേരള ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാരുടെ നീതിബോധം ഉണർന്നെണീക്കുകയും 3 മണിക്ക് മുമ്പ് റിപ്പോർട്ട് തരണം എന്ന് ആക്രോശിക്കുകയും എന്നിട്ട് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ പേരിൽ. ഇവിടെ പോലീസ് കാണിച്ചത് ജാതീയമായ വിവേചനമാണ്. ഈ കാര്യങ്ങളെ മൊത്തം കേസ് നടത്തിപ്പിൽ സ്റ്റേറ്റ് പോലീസ്, ആഭ്യന്തര വകുപ്പ് നടത്തിയത് കേസ് തേച്ച് വെച്ച് കളയാൻ വേണ്ടിയുള്ള കൃത്യമായ ഗൂഢാലോചനയാണ് ഏർപ്പെട്ടത്. അത് വ്യക്തമാണ് എല്ലാ കാര്യങ്ങളിലും. ഈ പോലീസ്, കോളേജ് അധികൃതർ, റാമും അതേപോലെ സംഗീത നമ്പ്യാരും കോളേജ് പ്രിൻസിപ്പാളും മറ്റ് അധ്യാപകരും കാണിച്ചത് ജാതിയുടെ പേരിലുള്ള കടുത്ത വിവേചനമാണ്, വംശീയതയാണ്. ഇപ്പോൾ കേരള ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നും ഈ നിലപാടിൽ ഞങ്ങൾ അനുഭവിക്കുന്നത് കടുത്ത വിവേചനവും ജാതിപരമായ, പക്ഷപാതപരമായ, നീതിരഹിതമായ ഒരു നടപടിയുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് അങ്ങനെയായിരുന്നുവെങ്കിൽ പല സന്ദർഭത്തിലും ഈ ജുഡീഷ്യറി പെരുമാറേണ്ടതാണ്. അത് ദലിതരോട് മാത്രം ഒരു സമരം നടത്തുമ്പോൾ ഇത്തരത്തിൽ ഒരു സമീപനം എടുത്തത് കോടതി പുനഃപരിശോധിക്കണം. നീതിരഹിതമായ സമയം ജുഡീഷ്യറി ചെയ്യേണ്ടത് അങ്ങനെയല്ല, നീതിയുടെ പക്ഷത്ത് നിൽക്കണം. മറ്റൊന്ന്, ഈ നടപടിയിലൂടെ വിക്ടിമിനെ എംപവർ ചെയ്യാനുള്ള നമ്മുടെ ജുഡീഷ്യൽ പ്രാക്ടീസിന്റെ ഒരു തത്വം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക, ആർട്ടിക്കിൾ 14 നിയമത്തിന് മുമ്പിൽ തുല്യത, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് SC/ST വിഭാഗത്തിൽ പ്രത്യേക പരീക്ഷ കൊടുക്കുന്ന ആർട്ടിക്കിൾ 17, ഇതൊക്കെ മനസ്സിലാക്കാൻ ബാധ്യതപ്പെട്ട ഒരു ജഡ്ജി ജുഡീഷ്യൽ പ്രാക്ടീസ് ഭാഗമായി ചെയ്യേണ്ടത് ഈ വീക്കായിട്ടുള്ള വിക്ടിംസിന്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിക്ടിംസ്, സ്ത്രീ ആണെങ്കിൽ, അതേപോലെ ദലിതാണെങ്കിൽ, ആദിവാസിയാണെങ്കിൽ അവർക്ക് നിയമപരമായി ഇത് റൈറ്റ് എൻജോയ് ചെയ്യാൻ, എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ദൗർബല്യത്തെ എംപവർ ചെയ്തുകൊണ്ട് സഹായിക്കണം എന്നതാണ് ജുഡീഷ്യറിയുടെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം. അപ്പൊ വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന വ്യക്തികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവർക്ക് അനുകൂലമായ നിയമം അനുകൂലമാക്കി പ്രവർത്തിക്കാൻ അവരെ എംപവർ ചെയ്യേണ്ട സ്ഥാനത്ത് കേരള ഹൈക്കോടതി ചെയ്തിരിക്കുന്നത് ഈ നിയമലംഘനം നടത്തിയ, ജാതിപീഡനം നടത്തിയ മറുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന, അത്തരം അനീതികൾ യഥേഷ്ടം അരങ്ങേറാൻ ധാർമ്മികമായി പിന്തുണ കൊടുക്കുന്ന, അങ്ങേയറ്റം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഈ കാര്യത്തിൽ കേരളത്തിലെ മീഡിയ ഒറ്റ കാര്യം പറയുന്നു, ഇവിടെ തിരുവല്ല കാര്യം പറഞ്ഞു. സത്യത്തിൽ മീഡിയ പ്രവർത്തകർ അങ്ങേയറ്റം ധാർമ്മികമായ ഉത്തരവാദിത്തമുള്ള, ജനങ്ങളോട് പ്രതിബദ്ധത പുലർത്തേണ്ട ഒരു തൊഴിലാണ് മാധ്യമ പ്രവർത്തനം. അങ്ങനെയുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകരെ ഇന്ത്യയിലൊട്ടുക്ക് ഞങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ദലിത്, ആദിവാസി, ന്യൂനപക്ഷ വേട്ടകൾ നടക്കുമ്പോൾ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് നിർഭയമായി നിലപാടെടുത്തതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരുപാട് മാധ്യമ പ്രവർത്തകർ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? 2 വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ വരുന്നു, അവർ രോഗിയാണെന്ന് പറയുന്ന സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തക ചെയ്യേണ്ടത് എത്രയും വേഗം അവരെ സഹായിക്കാൻ വേണ്ടി പോലീസിൽ ഇൻഫർമേഷൻ കൊടുത്ത് അവർക്കൊരു വാഹനം തരപ്പെടുത്തി അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി ചെയ്യേണ്ടതിന് പകരം ഒരു സെൻസേഷണൽ ന്യൂസ് സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങൾ വരൂ, അഭിനയിക്കൂ എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുവന്ന് നാട്ടുകാരുടെ മുമ്പിൽ നിർത്തി അവരുടെ നേരെ ക്യാമറ പിടിച്ച് അവരെ പറയുന്ന കാര്യങ്ങൾ കേൾപ്പിച്ച് ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ
അധാർമികമായ ഒരു പ്രവൃത്തിയാണ് തിരുവല്ലയിൽ സത്യത്തിൽ അരങ്ങേറിയത്. അങ്ങനെയല്ല KSRTC ബസ്സാണ് തകർത്തത്. അവർ അന്ന് ആ രോഗിയാണെന്ന് ഞങ്ങളോടെങ്കിലും പറയേണ്ട ഉത്തരവാദിത്വം സമരക്കാരോട് ഇതാ ഒരു മാധ്യമക്കാരാ അവർക്ക് പറയാം, അയ്യോ ഇത് ഇങ്ങനെയാണ്, ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് എന്നൊന്ന് റിവീൽ ചെയ്തിരുന്നുവെങ്കിൽ ആ മൊമെന്റ്, കാരണം കേരള ഒട്ടിട്ട് ഞങ്ങൾ അങ്ങനെ പെരുമാറിയത്, പക്ഷെ അത് മറച്ചു വെച്ച് ഇങ്ങനെ നാടകം കളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കേരളത്തിന്റെ നമ്മുടെ മാധ്യമ സംസ്കാരത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു നടപടിയാണ് അവിടെ അരങ്ങേറിയത്. അപ്പൊ എന്താണെങ്കിലും അതിൽ പുനഃപരിശോധന നടത്താൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകണമെന്ന് കൂടിയാണ് അഭിപ്രായപ്പെടുന്നത്. നിങ്ങളുടെ അഭിപ്രായം കൂടെ കേൾക്കണം. ഏത് തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാം. ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചകൾ തുറന്നു പറയാം. പോലീസ് അതിക്രമങ്ങൾക്കെതിരെ പാലാ, ചെങ്ങന്നൂർ, കണിയാപുരം, തിരുവല്ല തുടങ്ങിയ സ്ഥലങ്ങളിൽ ആക്ഷൻ കൗൺസിൽ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആക്ഷൻ കൗൺസിൽ നേതൃത്വത്തിൽ തുടർ സമരങ്ങൾ നടത്തുവാനും തീരുമാനിച്ചിട്ടുള്ളവരും അറിയിക്കാം. പല പോലീസ് സ്റ്റേഷനിൽ സ്ത്രീകൾ 5 സ്ത്രീകളടക്കമുള്ള ആളുകൾ അവർ വഴി സൈഡിൽ നിന്ന് പ്ലാക്കാർഡ് ഒക്കെ പിടിച്ച് നിൽക്കുകയാണ്. അവിടുത്തെ CIയും SI എല്ലാം കൂടെ വന്ന് ഇവരെ ബലപ്രയോഗത്തിലൂടെ തള്ളി വണ്ടിയെ കയറ്റി കുറ്റവാളികളെ പോലെ കൊണ്ടുപോയി സെല്ലിൽ പാർപ്പിച്ചു. ഞാൻ ഇവിടുന്ന് തന്നെ ഈ സംഭവം പറഞ്ഞ് അവിടെ ചെല്ലുമ്പോഴാണ് സെല്ലിൽ കിടക്കുക സമരക്കാർ. വളരെ മോശമായിട്ട് അവരോട് പെരുമാറും. നിന്നെയൊക്കെ ജീവിതത്തിൽ ഇനി വെട്ടം കാണിക്കലെന്നാണ് പറയുന്നത് പോലീസുകാർ പറയുന്നത്. അത്തരം വളരെ മോശമായ സമീപനം, സ്ത്രീകളോടൊക്കെ വളരെ മോശമായ സമീപനം, വളരെ പിടിച്ച് വലിക്കുക. പോലീസ് റൂളിൻ്റെ അകത്ത് ഒരാളുടെ ശരീരത്ത് തൊടാൻ ഒരുത്തിനും അവകാശമില്ല. അങ്ങനെ ശരീരത്ത് ബലപ്രയോഗത്തിലൂടെ അനാവശ്യമായി തൊട്ടാൽ പണ്ടത്തെ പട്ടികജാതിക്കാരൊക്കെ നോക്കുമെങ്കിലായിരുന്നു. ഇപ്പോൾ അത് നോക്കത്തില്ല. ജയിലിലെ കൊണ്ട് പോകേണ്ടി വന്നാൽ പോകുന്നുള്ളതേ ഉള്ളൂ. അത് പോലീസുകാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം വലിച്ചെറിയുകയാണ് പോലീസ് ഓഫീസർമാർ. അത് ഞങ്ങൾ നിയമപരമായി അത് കൈകാര്യം ചെയ്യും. മാത്രമല്ല ഇത്തരം പോലീസ് ഓഫീസർമാരെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ പൊതുസമൂഹത്തിൽ അവരുടെ വിവരങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പാലാ, ചെങ്ങന്നൂർ 5 പേരെ ഇന്നലെ റിമാൻഡ് ചെയ്യാൻ പോലീസ് കൊണ്ടുപോകണം. കോടതിയുടെ സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ അറസ്റ്റ് ചെയ്ത സമയവും കഴിഞ്ഞാണ് അവരെ കോടതി ഹാജരാക്കുന്നത്. അങ്ങനെ കേസെടുക്കേണ്ട യാതൊന്നുമില്ല. കോടതി അവർക്ക് ജാമ്യം കൊടുത്തു വിട്ടു. റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോയത് 5 പേര്. തിരുവല്ലയിൽ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. തിരുവല്ലയിൽ BNSന്റെ 110 സെക്ഷനായിട്ടിരിക്കുന്നത് വധശ്രമം. ക്യാൻസർ രോഗിയെ വധിക്കാൻ ശ്രമിച്ചു. എന്നാലോചിച്ച് നോക്കി. അത് സംഘടനയുടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സംസാരത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായെങ്കിൽ ഞങ്ങളത് ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പക്ഷേ രോഗി എന്നറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ പറ്റുമോ? ആ സ്ത്രീ പറയുന്നുണ്ട് അവസാനം, ഞങ്ങളിങ്ങനെ ക്യാൻസറാണ്. പിന്നീട് സംസാരിച്ചിട്ടില്ല. അതിലൊരബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ചെങ്ങന്നൂർ, തിരുവല്ല, പാല, കണിയാപുരം എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും. അവിടെ ഒരു ACP വഴിയിൽ നിൽക്കുന്ന ആളുകളെ പോലും വലിച്ചെറിയുക. ഇയാൾക്കാരൊക്കെ ആരാ ഇയാൾക്ക് ലൈസൻസ് കൊടുത്തത്? അത് ഞങ്ങൾക്കൊന്നും അറിയണ്ടേ? ഇവിടെ നിയമ സംവിധാനം ഉണ്ടോ ഇല്ലെന്ന് പോലീസുകാരും കൂടെ ഞങ്ങൾ പഠിപ്പിക്കും. ഇപ്പോൾ പോലീസ് എന്തും കാണിക്കാവുന്നൊരു തോന്നൽ, അത് പഴയ കാലത്തിന് തോന്നല. ഞങ്ങൾക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്ന ആളുകളാണ്. വിദ്യാഭ്യാസം ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലായിരുന്ന ആളുകളാണ്. ആ ആളുകളുടെ കൊച്ചുമക്കളാണ് ഇപ്പം BDSനും MBBSനും ഒക്കെ പഠിക്കുന്നത്. ഞങ്ങൾക്ക് വർത്തമാനം പറയാനും സമരം ചെയ്യാനും ഒക്കെയുള്ള സാഹചര്യം ഇപ്പം കേരളത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അത് കൈവച്ചാൽ മതിയെന്ന് ഞങ്ങളിപ്പോൾ പറയും. ആ സമൂഹമായി വളർന്നിട്ടുണ്ട്. അതിലേക്കാണ് കേരള പോലീസ് ഞങ്ങളോട് ക്രൂരത കാണിച്ചത്. ഞങ്ങളുടെ എല്ലാം പേരും ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. വധശ്രമത്തിനൊക്കെയാണ് കേസെടുക്കുന്നത് വഴി നിന്ന ആളുകളുടെ പേര്. അപ്പോൾ ആദ്യമായിട്ട് ഹർത്താൽ നടക്കുകയാണ് കേരളത്തിൽ. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞത്. വലിയ മോശപ്പെട്ട സമരങ്ങൾ. ഇപ്പോൾ ആകപ്പാടി 27 കേസാണ് എടുത്തിരിക്കുന്നത്. മൊത്തം ആയിരക്കണക്കിന് പ്രതികളുണ്ടായിട്ട് 40-50 പേര് വേണമെന്നാണ് പറഞ്ഞത് ഒരു കേസിൽ പ്രതികളായിട്ട്. ഇപ്പോൾ കറേച്ചാൽ സ്റ്റേഷനിൽ ഒരു കേസ് റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോയതാണ്. അവിടെ ചെന്നപ്പം
അപ്പോൾ പിന്നെ പ്രതി പറഞ്ഞു, പോലീസ് സ്റ്റേഷൻ പോലീസുകാർ പ്രതികളെ അകത്ത് നിർത്തിയിരിക്കുക. തല്ലുകൊണ്ടെന്ന് പറഞ്ഞ ആളെ ഉടച്ചെന്ന് പറഞ്ഞ് എന്നെ തല്ലിയിടൊന്നുമില്ലെന്ന് പറഞ്ഞു ഇവരാരും. ഇപ്പോൾ ജാമ്യം കൊടുത്തു വിട്ടു. റിച്ചാൽ പോലീസ് സ്റ്റേഷൻ സംഭവം. പോലീസിന് എന്താണ് ഇത്ര ഞങ്ങളോട് വിരോധം, ഗൂഢാലോചന, എന്താണ് അതിന് പിന്നിൽ എന്നുള്ളത് ഞങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിതിൻ രാജിൻ്റെ വിഷയത്തിൽ മാധ്യമങ്ങളുടെ വലിയ പിന്തുണ ഞങ്ങൾക്കുണ്ടായിരുന്നു. ചുരുക്കം ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ച് ഏതെങ്കിലും ഒരു സംഭവം നിങ്ങൾക്കൊന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ, ഈ കേരളത്തിൽ നടന്നുള്ള മുഴുവൻ സമരങ്ങളുടെയും സംഘർഷങ്ങളുടെയും വീഡിയോ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിരുന്നു എല്ലാത്തിൻ്റെ ഫോട്ടോസ് എടുക്കണമെന്ന്. ഇന്നെല്ലാ പട്ടികജാതിക്കാരനെയും നല്ല മൊബൈലുണ്ട്, കൃത്യമായി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ പോലീസ് പറയുന്നതൊന്നുമല്ല ഇതിൻ്റെ വസ്തുത. അത് ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ നൽകുന്നതാണ്. തിരുവല്ലയിലെ സംഭവവും കണിയാപുരത്തെ സംഭവവും പാലയിലെ ഉൾപ്പെടെയെല്ലാം. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം കേട്ടോ. കടിയാപുരത്ത് നോക്കുക, പോലീസ് ഓഫീസർ പെരുമാറിയത് ക്രിമിനലിനെ പോലെയാണ്. ഒരു പോലീസുകാരൻ്റെ പെരുമാറ്റ രീതിയിലില്ല. കാരണം സംഘടനാ നേതാക്കളുടെ കോളറെ പിടിച്ച് വലിച്ചിഴച്ച് വണ്ടിക്കകത്തോട്ട് പോയി പിടിച്ചു തള്ളി തല്ലുക, ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്കറിയാമല്ലോ, 2008, 2009 ABVP-ക്കാർ കേരളത്തിലൊരു സമരം നടത്തി. ചെറിയൊരു ലാത്തി ചാർജ് ഉണ്ടായി. അതിനെതിരെ പിന്നീട് RSSും അതേപോലെ യുവമോർച്ചയെല്ലാം കൂടി നടത്തിയ സമരത്തിലാണ് ഒരു പോലീസ് ജീപ്പ് ഡ്രൈവറെ തല്ലിക്കൊന്നു കേരളത്തിൽ. അദ്വാനി കേരളത്തിൽ വന്നു. ആയിരക്കണക്കിന് ABVP-ക്കാരെ അല്ലെങ്കിൽ BJP-ക്കാരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ LK അദ്വാനി ഈ ജയിലിൽ കിടന്നവരെ കാണാൻ തിരുവനന്തപുരത്ത് വന്ന സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പോലീസ് ജീപ്പ് ഡ്രൈവറെ തല്ലിക്കൊന്നു. 2 ഡസൻ പോലീസ് ജീപ്പുകളാണ് അന്ന് തകർത്തത്. എത്ര അക്രമാസക്തം! അങ്ങനെയാണോ ഞങ്ങൾ നടത്തിയത്? എത്ര പീസ്ഫുള്ളായിട്ടാണ്. അപ്പോൾ എന്നിട്ടും ഇത് ഏതാണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് നടത്തിയ അക്രമ ഹർത്താൽ എന്നൊക്കെ പറഞ്ഞ് വളച്ചൊടിച്ച് ഒരു ജാതീയമായ മുൻവിധിയും വലിയ തരത്തിലുള്ള ഒരു തരം മനോഭാവം വെച്ചുകൊണ്ടാണ് ഇതിനെ യഥാർത്ഥത്തിൽ ഡീമോറലൈസ് ചെയ്ത് തെറ്റിദ്ധരിക്കുക. അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾക്ക് കൃത്യമായ സമരം നടത്താൻ, അച്ചടക്കത്തോട് സമരം നടത്താൻ, ആ സമരം വിജയിപ്പിക്കാനും കഴിയും തെളിയിച്ചുവെന്നാണ്. ഈ സമരത്തിൽ പിന്തുണച്ച കേരളത്തിലെ വലിയൊരു സമൂഹം ഈ സമരത്തിന് അനുകൂലമായി നിന്നിട്ടുണ്ട്. അതിന് കേരളത്തിലെ പ്രബുദ്ധരായ ഇതിനെ അനുകൂലിച്ച ജനങ്ങളോട് ഞങ്ങൾ നന്ദിയും രേഖപ്പെടുത്തി. നിതിൻ രാജിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട്, ഹർത്താലുമായി ബന്ധപ്പെട്ട് വ്യാപകമായൊരു പിന്തുണ മീഡിയയുടെ പക്ഷത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അതിനുള്ള അവരെ എല്ലാവരെയും ഞങ്ങൾ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്, അങ്ങനെ ഇടപെട്ടവരെ. ഇതിനകത്ത് ഞങ്ങൾക്ക് ആക്ഷൻ കൗൺസിലൊരു കാര്യം വ്യക്തമായി കേരളത്തോട് പറയാനുണ്ട്. ആദ്യം ഞങ്ങൾ അക്രമാസക്തമായ ആൾക്കൂട്ടമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു, അത് പരാജയപ്പെട്ടു. ഇപ്പോൾ നിതിൻ്റെ അച്ഛനെ പ്രേരിപ്പിച്ച്, അദ്ദേഹം മകൻ നഷ്ടപ്പെട്ട തകർച്ചയിൽ നിൽക്കുന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ വളഞ്ഞ വഴിയിലൂടെ സ്വാധീനിച്ച് ചില അഭിപ്രായങ്ങൾ അയാളെ കൊണ്ട് പറയിപ്പിച്ച് അതൊരു വലിയ കാര്യമാണെന്ന് സ്ഥാപിക്കുന്ന ഒരു പണിയിൽ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതിന് കാരണമുണ്ട്. അദ്ദേഹവും ഞങ്ങളും തമ്മിലുള്ള സംഭാഷണത്തിൽ ഒരിക്കലും പറയാത്ത കാര്യങ്ങളാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ കൃത്യമായ ഇടപെടൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ആരാണെന്നും ഞങ്ങൾക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പറഞ്ഞ ഹർത്താൽ അക്രമാസക്തമായത് ശരിയായില്ല. വീട്ടിലിരുന്ന് കാണുന്ന ഏതൊരാൾക്കും തോന്നും അക്രമാസക്തമായ ഹർത്താലാണ് നടന്നതെന്ന്. അത് ചില മീഡിയകളിലൂടെ ക്രിയേറ്റ് ചെയ്തൊരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി വിശ്വസിച്ച് പോയത് കൊണ്ടാണ് ഹർത്താലിനെതിരെ അദ്ദേഹം സംസാരിക്കേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ നേരിട്ടിത് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചതിന് ആയിരക്കണക്കിന് പേർ പ്രതികളായ, ഇപ്പോൾ ജയിലിൽ മനുഷ്യർ കിടക്കുന്ന ഒരു വലിയൊരു സമരം, സമാധാനപരമായ സമരത്തെ അത് യാഥാർത്ഥ്യബോധത്തോടുകൂടി കാണാനായിട്ടുള്ളൊരവസരം നമ്മൾ കൊടുത്തില്ല. അതാണ് അതിൻ്റെ ഒരു കാരണമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് ശരിയായില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ 10 കോടി രൂപ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് വളരെ കോൺഷ്യസ് ആയിട്ട് പറയിപ്പിക്കുന്നതാണെന്നറിയാം. അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. അത് ആവശ്യപ്പെട്ടത് ദളിത് സമുദായമാണ്, കേരളത്തിലെ ദളിത് സമുദായമാണ് ആവശ്യപ്പെട്ടത്. ആ സമുദായത്തിൽ ഡോക്ടറാകാൻ പഠിച്ചൊരു കുട്ടിയാണ് ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്തത്. ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയ കൊലപാതകമാണ്. ആ പയ്യൻ 4-ാം വർഷം, 5 വർഷം കഴിയുമ്പോൾ ഡോക്ടറായി, 26-27 വയസ്സുള്ളപ്പോൾ ഡോക്ടറായി വന്നാൽ ഇദ്ദേഹം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്ടറായി മാറില്ല എന്ന് ആർക്കാ ഉറപ്പുള്ളത്?
ഒരു കൺസൾട്ടേഷന് ഡോളേഴ്സ് വാങ്ങാൻ കഴിയുന്ന ഒരു ഡോക്ടറാവില്ല എന്ന് എന്താ ഉറപ്പുള്ളത്? അപ്പോൾ ഇത് വെറുതെ സാധാരണക്കാരനായ മനുഷ്യനല്ല മരിച്ചത്. അയാൾക്ക് വേണമെങ്കിൽ കിട്ടാവുന്ന സോഷ്യൽ ആൻഡ് എക്കണോമിക് ക്യാപിറ്റലിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് 10 കോടി രൂപ എന്ന് പറയുന്നത്. അതാവശ്യപ്പെട്ടത് ദളിത് സമുദായമാണ്. ദളിത് സമുദായത്തിന് വേണ്ടി ആക്ഷൻ കൗൺസിലാണ് ആവശ്യപ്പെട്ടത്. അത് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത്. അത് നമ്മൾ വീട്ടുകാരുമായിട്ട് ആലോചിച്ചല്ല ഈ ഡിമാൻഡ് റേസ് ചെയ്യുന്നത്. രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കണമെന്ന് ഓൾ ഇന്ത്യ ലെവലിൽ ആവശ്യപ്പെട്ടത് രാധിക വെമുലയുടെ അനുവാദമൊന്നും മേടിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യവുമില്ല. രാധിക വെമുല ഇപ്പോഴും അതിൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണകൾ ഞങ്ങൾ മാറ്റും. ഇതും പുതിയ സ്റ്റോറി ഉണ്ടാക്കി വീണ്ടും ഞങ്ങളെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് കേരളത്തോട് ഞങ്ങൾക്കൊന്നും പറയാനുണ്ട്. നിങ്ങൾ എന്തെല്ലാം നുണക്കഥകൾ കേരളത്തിൽ പ്രചരിപ്പിച്ചാലും നിതിൻ രാജന് നീതി കിട്ടുന്നത് വരെ പ്രക്ഷോഭം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിനുള്ള എല്ലാ പിന്തുണയും ദളിതർക്കിടയിൽ മാത്രമല്ല, ആദിവാസിക്കിടയിൽ മാത്രമല്ല, നീതിബോധമുള്ള പൗരസമൂഹത്തിനിടയിലും വ്യക്തമായ പിന്തുണ ഞങ്ങൾക്കുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾക്കെതിരെ ഹൈക്കോടതി എടുക്കുന്ന കേസിൽ ഫ്രീ ആയിട്ട് വാദിച്ചു തരുവാനും കേസ് നടത്താനും ഡിഫൻസ് കമ്മിറ്റി ഉണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ അനുവദിച്ചാൽ മതി എന്ന് ഹൈക്കോടതിയിലെ പ്രമുഖ വക്കീലന്മാർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ തരത്തിലുള്ള നുണപ്രചാരണത്തിൽ ഞങ്ങൾ എന്തായാലും കുടുങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. നീതി കിട്ടുന്നത് വരെ, നീതി കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ഇനിയൊരു നിതിൻ ഉണ്ടാകാത്ത തരത്തിലും നിതിനെ കൊന്ന പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്ന തരത്തിലും ഉള്ള നീതിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ സമരം ഏത് എക്സ്റ്റൻറ്റ് വരെയും ഞങ്ങൾ കൊണ്ടുപോകും. എല്ലാ കാര്യങ്ങളും ഉണ്ടോ? Finally, it is a call for justice. Support us. താങ്ക് യു എല്ലാവർക്കും. ചോദിച്ചു. താങ്ക് യു എല്ലാവർക്കും.